പായസമാണ്. ചക്കക്കുരു ഇനി വെറുതെ കളയണ്ട. പരിപ്പ് പായസത്തിന്റെ അതേ രുചിയിലുള്ള ഒരു അടിപൊളി പായസമാണ് നമ്മൾ ഇതുകൊണ്ട് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കപ്പ് ചക്കക്കുരു തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് ഉപ്പിടാതെ പുഴുങ്ങിയെടുത്തത്. 1 തേങ്ങയുടെ പാലാണ്. 1-ാം പാല്, 2-ാം പാല്. ശർക്കര പാനി 5 അച്ച് ശർക്കരയാണ് എടുത്തത്. ഏലക്കായ പൊടിച്ചത് 6 ഏലക്കായ പൊടിച്ചെടുത്തതാണ്. ഏലക്കായ പൊടിക്കുമ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് നെയ്യ്, 1 നുള്ള് ഉപ്പ്. ആദ്യം ചെയ്യേണ്ടത് വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവും 2-ാം പാലും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കണം. ഈ ഉരുളിയിലാണ് പായസം തയ്യാറാക്കുന്നത്. അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2-ാം പാലാണ്. കുറച്ച് ചക്കക്കുരു അരച്ചെടുക്കാൻ വേണ്ടി എടുത്തു. അതിന്റെ ബാക്കി ഇതിലേക്ക് ഒഴിക്കാം. ശർക്കര പാനി ഒഴിക്കാം. ഇനി ഇത് നന്നായി കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ കട്ടയില്ലാതെ ഇളക്കണം. ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം. പായസത്തിന്റെ കൂട്ട് ഹൈ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. 1 നുള്ള് ഉപ്പിടുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1-ാം പാൽ ഒഴിക്കുക. 1-ാം പാൽ ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ഇനി ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടണം. അതിനു വേണ്ടി ഇത് മാറ്റാം.
ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കാം. ആദ്യം തേങ്ങാക്കൊത്ത് മൂപ്പിക്കാം. ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂപ്പിക്കുക. ഇനി മുന്തിരി ഇടാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെച്ച പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.